നമസ്കാരം. ഇന്ന് നിങ്ങളോടൊക്കെ പറയാൻ പോകുന്നത് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതൊരു ക്വൈറ്റ് നോർമലായിട്ടുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പക്ഷെ അത് തന്നെ ആയിരിക്കും നമ്മളെ ഒരുപക്ഷെ ഹേർട്ട് ചെയ്യുന്നതും അല്ലേ. നമ്മൾ പറയും ഒരാളോടുള്ള അറ്റാച്ച്മെൻറ്റ്, അതായത് പ്രത്യേകിച്ച് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നഷ്ടമാവുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും ആ വ്യക്തി എത്ര ഓർഡിനറി പേഴ്സണാണ്. നമ്മുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ആ വ്യക്തിയെ നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നിക്കുന്നത്. ഏതൊരു ബന്ധത്തിലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിനെ നമുക്ക് മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. പലപ്പോഴും സാധിക്കാത്തത് അത് തന്നെയാണ്. കാരണം ഒരു ഇഷ്ടം ഉണ്ടാകുമ്പോൾ നമ്മളാരും അത് നഷ്ടപ്പെടണമെന്ന് വെച്ചിട്ടല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ക്ലോസായിട്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യും. ഈവൻ നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മളെ കെയർ ചെയ്യണത് ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ കെയറിങ് ചെയ്യുന്നത്, നമ്മുടെ കാര്യങ്ങളിൽ ഓരോന്നിനും അഡ്വൈസ് എടുക്കുന്നത്, അതേമാതിരി എന്ത് കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യണത്, ഇതെല്ലാം ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഒരു പേഴ്സൺ നമുക്ക് ഭയങ്കര നൈസായിരിക്കും. ആ ഒരു സമയത്ത് എന്താ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് തോന്നും എല്ലാം ഓക്കെ ആവും, എല്ലാം ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നീടേ മനസ്സിലാവുള്ളൂ ഹി ഈസ് എൻ ഓർഡിനറി പേഴ്സൺ അല്ലെങ്കിൽ ഷീ ഈസ് എൻ ഓർഡിനറി പേഴ്സൺ എന്നുള്ളത്. ബിക്കോസ് വെൻ വി ലോസ് ദാറ്റ് അറ്റാച്ച്മെൻറ്റ്, അപ്പം മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അവർ എത്ര ഓർഡിനറിയാണ്.